ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റവയും ഉരുളക്കിഴങ്ങും കൂടി ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി എടുത്താലോ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. അതേപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയെടുക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയിട്ട് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാനുള്ളൊരു സമയം മാത്രമാണ് ഇതിനൊരു അധിക സമയമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ പുഴുങ്ങിയെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം വേണം നമ്മളിതൊന്ന് ഉടച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചു. അത് ചൂടാറി കിട്ടുന്ന ടൈം കൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവ നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണ് റവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. അപ്പോൾ നമ്മൾ 1/2 കപ്പ് റവ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ റവ ഇട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഈ വെള്ളം നല്ലപോലെ വറ്റി വരുന്നതിനനുസരിച്ച് നമ്മളുടെ റവയും ഇതേപോലെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ റവ ഇതേപോലെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കുക. കട്ട കെട്ടാണ്ട് നമ്മളൊന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് ചെയ്തെടുത്താൽ നമുക്ക് കട്ട കെട്ടാണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ റവയും ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റവ നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ചൂടാറി കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഇവിടെ ചൂടാറി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലി കളഞ്ഞിട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ചൂടാറിയിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ടൊക്കെ ഉരുട്ടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമ്മളുടെ റവ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റവയ്ക്ക് ഇപ്പം നേരിയൊരു ചൂടുണ്ട് കേട്ടോ എനിക്ക്, പക്ഷേ നമുക്ക് കൈകൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചൂടുള്ളൂ. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുരുമുളക് പൊടി പച്ചമുളകൊക്കെ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത്രയും കുരുമുളക് പൊടിയും പച്ചമുളക് ആവശ്യമുണ്ടായിരിക്കില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ റവയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൽക്കും കൂടി ആവശ്യമുണ്ട് കുറച്ച് ഉപ്പ്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പിൻ്റെ അളവ് അധികമാവാണ്ട് നോക്കണം കേട്ടോ. കാരണം നമ്മൾ റവയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ഉപ്പ് ചേർക്കാണ്ട് നമ്മൾ നോക്കണം. അതിനുശേഷം നമ്മളിത് കൈകൊണ്ട് നല്ല പോലെ കുഴച്ചെടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കൂടുതൽ ഓയിൽ കുടിക്കില്ല നമ്മൾ ഓയിലിലിട്ട് പൊരിക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മറിച്ചിട്ടെടുക്കാൻ പറ്റും ഓയിലിൽ നിന്ന്. അപ്പോൾ മറിച്ചിട്ട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ ആദ്യം ഒരെണ്ണിട്ടിട്ട് പൊരിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര ഓയിലി ആയിട്ട് തോന്നുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മാവിൽ കുറച്ച് ഒരു മൈദയും കൂടി ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൈദ ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ എനിക്ക് ശരിക്കും നല്ലപോലെ കിട്ടാറുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ മൈദ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് കുറവുകൊണ്ട് നമുക്ക് ഓയിലിൽ നിന്ന് ഇങ്ങനെ മറിച്ചിട്ടെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം മൈദയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിൽ കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഒരു വടയുടെ ഷേപ്പിലാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പം നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കരുത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും വെന്തതാണ്, റവയും ഉരുളക്കിഴങ്ങൊക്കെ വെന്തതാണ്, എന്നാലും നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് പൊരിച്ച് കോരിയെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ ഒരെണ്ണം പൊരിച്ച് നോക്കിയിട്ട് നമുക്കിത് ഭയങ്കര ഓയിലിയാണ് തോന്നുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഓയിലിൽ നിന്ന് ഇതേപോലെ മറിച്ചിട്ടെടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ മാവിൽ കൂടെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു റെസിപ്പിയിലൂടെ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും